ദൈവതിരുനാമ ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനങ്ങളൊക്കെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എനിക്ക് മുന്നമേ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ച ദൈവദാസൻ, ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ ഓർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു, വീണ്ടും സംസാരിക്കും. ഇന്ന് നാം ഇവിടെ കടന്നു വന്നതല്ല, ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളമൊട്ടാകെ കണ്ണുനീരോടുകൂടി പലർക്കും യാത്ര അയച്ചു. നമ്മുടെയും പല പ്രിയപ്പെട്ടവർ വിദേശത്തൊക്കെ ഉണ്ടായിരിക്കാം. ഞാനിവിടുന്ന് ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പൂടെ കടന്നു പോകുന്നതിന് ശേഷമാണ് കൊറോണ കടന്നു വന്നത്. പ്രൈസ് ലോർഡ്. എത്ര ആയിരങ്ങൾ പട്ടുപോയപ്പോൾ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ശേഷിപ്പിച്ച ആ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത അത് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കരുണ ഒന്നു മാത്രമാണ് ഈ പകൽക്കാലം നാം ശേഷിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം അധ്യായം, അതിൻ്റെ 19-20 തിരുവചനം. ഭജൻ സംഹിത 68 अध्याय उसका 19 और 20. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. മരണത്തിലുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവിൻ്റെ പക്കലാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവനോടെ നമ്മെ ശേഷിപ്പിച്ച് മരണത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ ഈ പകൽക്കാലം കൂട്ടിവരുത്തിയ ദൈവത്തിനു മുമ്പാകെ നന്ദിയുള്ളവരായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൻ്റെതായ വിവിധമായ മണ്ഡലത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, അല്ല, കർത്താവ് നമ്മെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ, ഹല്ലേലൂയ, ഭാരത്തോടും പ്രയാസത്തോടും കൂടി ഇനി മുമ്പോട്ട് എന്താണ് എന്നുള്ള ചിന്താ വ്യാകുലത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, കണ്ണുനീരിൻ്റെ താഴ്വരയിലും അടികളോടൊപ്പമുള്ള നല്ല പിതാവേ, ഈ നല്ലത് മനോഹരമായ സമയത്തിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം, അങ്ങയുടെ പാതാരബന്ധങ്ങളായിരിക്കാൻ ഈ പകലിലും അടികളുടെ ജീവനോട് ശേഷിപ്പിച്ച അങ്ങയുടെ കൃപയ്ക്കായി ദയക്കായി നന്ദി പറയുന്ന പിതാവേ, കർത്താവേ, ഇന്ന് പകൽക്കാലം അടികളെ ഒരുമിച്ച് ഈ ഭവനത്തിന് തണലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന സാവകാശനായി നന്ദി പറയുന്ന പിതാവേ, വായിക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം പരിശുദ്ധി ആത്മാവ് അടികളേവരോടുമായി സംസാരിക്കണമേ. അടിയനോടും ശേഷം അങ്ങയുടെ ജനത്തോടും കൃത്യമായി സംസാരിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആദ്യോടെ നമ്മുടെ ആത്മാവ് തന്നെ ഭരിച്ചു നടത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കരങ്ങളുയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്താസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് 3 വർഷം വചനം പഠിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് സാവകാശത്തെ നൽകി. അതിനുശേഷമായി താൻ കേരളത്തിലും ഞാൻ ഡൽഹിയിലേക്കും അവിടുന്ന് രാജസ്ഥാനിലേക്കും ആയിരിക്കാൻ വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നി. ഏകദേശം ദീർഘമായ 20 വർഷക്കാലം രാജസ്ഥാനിലും UP-യിലും ഡൽഹിയിലുമായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ സ്വർഗം അവിടുന്ന് സാവകാശത്തെ നൽകി. എന്നാൽ എൻ്റെ വാത്സല്യ മാതാവ് ക്യാൻസറിൻ്റെ അസ്വസ്ഥയാൽ ഭാരപ്പെട്ട് ഏകദേശം 20ഓളം റേഡിയേഷനും കഴിഞ്ഞ് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളാൽ തികച്ചും ബെഡിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കേരളത്തിലേക്ക് കടന്നു വരേണ്ടി വന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. ഇനി കേരളത്തിൽ കടന്നു വന്ന് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുകയാണ്. വീട്ടിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠന് മാത്രമേ ഉള്ളൂ. ജ്യേഷ്ഠൻ കുടുംബമായി അവർ മസ്കറ്റിലാണ്. ജ്യേഷ്ഠൻ ഇപ്പോൾ കടന്നു വന്ന് അമ്മയെ നോക്കുവാനുള്ള സാവകാശമില്ലാത്തതിനാൽ ഞങ്ങളുടെ ഈ ഒരു സമയം, കുഞ്ഞുങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് മോൻ 7ാം ക്ലാസ്സിലേക്ക് കയറി, ഈ ഒരു ടൈം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോർത്തിണങ്ങി വന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് ഷിഫ്റ്റായി. എന്നാലും മനസ്സിപ്പോഴും കിടക്കുന്ന രാജസ്ഥാനിലാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ട്രൈബൽസിൻ്റെ ഏരിയ, ആദിവാസി ഏരിയയിലാണ്. ആദിവാസി ഊരുകളിലൊക്കെയും കർത്താവിൻ്റെ വചനം പറയുവാൻ, പ്രസംഗിപ്പാൻ
വലിയവനായ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അവിടെ ഒരു സഭ ഇതിനേക്കാളും വലിപ്പമുള്ള ഒരു ആലയം പണിയുവാൻ കർത്താവിൻ്റെ ആത്മാവിട വരുത്തി. അവിടെ ഇപ്പോൾ നല്ലൊരു കൂട്ടം ജനം കടന്നു വരുന്നുണ്ട്. വീണ്ടും ഔട്ട് സ്റ്റേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മുൻപോട്ടുള്ള ഞങ്ങളുടെ ഭാവി ശുശ്രൂഷകളൊക്കെയും കർത്താവ് എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അതും പ്രകാരം മുൻപോട്ട് കടന്നു പോകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഭവനത്തിൽ ഇപ്പോൾ ഒരാളില്ലാതെ കാര്യം നടക്കുകയില്ല. അതിനാണ് എനിക്ക് തന്നെ കടന്നു വരേണ്ടി വന്നു. എന്തൊക്കെ ശുശ്രൂഷ വിദേശത്താണെന്ന് പറഞ്ഞാലും സ്വദേശത്താണെന്ന് പറഞ്ഞാലും വടക്കേന്ത്യയിലാണെന്ന് പറഞ്ഞാലും പ്രായമായിരിക്കുന്ന മാതാവിനെ പിതാവിനെ നോക്കാനുള്ള മനസ്സില്ല എങ്കിൽ എന്നാ ശുശ്രൂഷയാണ് പിന്നെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കടന്നു വന്ന്, അതുമാത്രമല്ല എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും നോക്കാതിരുന്നാൽ നാളെ ഒരു സമയത്ത് ഞാൻ കിടപ്പായ എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ തന്നെ അവരുടെ മനസ്സിലെന്ത് വേണം? മാതാവിനെയും പിതാവിനെയും നോക്കണം. അത് എൻ്റെ കടപ്പാടാണ്. ഒരു മനുഷ്യൻ സമ്പൂർണ്ണമായി തീരണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലായി തീരണമെങ്കിൽ, ദൈവം ഈ ഭൂമിയിലേക്ക് ഒരുവനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവന് കൊടുത്തിരിക്കുന്ന റോളുകളൊക്കെയും അവൻ അഭിനയിച്ച് തീർത്തേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെല്ലാം ഈ ലോകത്തൊരു കലാകാരന്മാരാണ്. തിരശ്ശീലയ്ക്കപ്പുറമായി മറയുന്നതിന് മുന്നുമേ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ റോളുകളും നമ്മൾ നിറപടിയായി ചെയ്തേ മതിയാകുള്ളൂ. വേദങ്ങളായിരിക്കുമ്പോൾ അപ്പൻ അമ്മയോടുള്ള കൺസേൺ, കുഞ്ഞുങ്ങൾ മുതിർന്നു വരുമ്പോൾ ടീച്ചേഴ്സുമായിട്ട്, പേരൻസുമായിട്ട്, സഭാവിശ്വാസികളുമായിട്ട്, ഇവരോടെല്ലാം അവർക്കുള്ള റോളുകൾ അവർ പൂർണ്ണമായി നിറവേറ്റിയേ മതിയാകുള്ളൂ. ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ തമ്മിലുള്ള കടപ്പാടുകൾ, കുഞ്ഞുങ്ങളാകുമ്പോൾ ആ കുഞ്ഞുങ്ങളുള്ള കൺസേൺ, ഇതെല്ലാം നിറപടിയായി കൊണ്ടുപോകുമ്പോൾ ജന്മം തന്ന മാതാവിനെയും പിതാവിനെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമോ ഒരു ശുശ്രൂഷയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കടന്നു വന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം ധാരാളമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എങ്ങോട്ട് കടന്നു പോകണമെന്ന് രാവിലെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാരണം 2-3 ആഴ്ചയായി ഞങ്ങളുടെ സഭയിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ സഭയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മിഷണറി സഭയാണ്. ഏതാണ്ട് 6-7 പേര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരുണ്ട്. ഇപ്പോൾ 1-2 പേര് അവിടെ തന്നെ ഉണ്ട്. സഭയിലെ പാസ്റ്റർ പുതുതായിട്ട് കടന്നു വന്ന ദേവദാസനാണ്. കടന്നു ചെല്ലുമ്പോഴല്ല ഞങ്ങൾക്ക് സമയം തന്നാൽ അത് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം ദേവദാസൻ പുതുതായിട്ട് വന്നതാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒരു സ്പേസ് കൊടുക്കാതെ ഞങ്ങളെന്നും അവിടെ ആകുന്നത് ശരിയല്ല. എന്നാൽ ഇതിനോടൊക്കെ 1-2 സഭയിൽ നിന്ന് വിളി വന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നേ മധുശാനെ ഒന്ന് വിളിക്കാം. എൻ്റെ നമ്പറില്ല, നമ്പർ എൻ്റെ മിസ്സായി. അലക്സ് ജോൺ, അലക്സ് നമ്മുടെ ആദിച്ചനല്ലൂർ, അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ടായി. അദ്ദേഹത്തെ വിളിച്ചു. മധുശാന നമ്പർ പെട്ടെന്ന് ഇടാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അവിടെ നിന്ന് പോകാനാണ്. വളരെ നല്ല കാര്യം വെച്ചാൽ പെട്ടെന്ന് ഇടാം, ഇപ്പോൾ ഇട്ടേക്കാന്ന് പറഞ്ഞപ്പോൾ നമ്പർ ഇട്ട് തന്നു. അന്നേരം വിളിച്ചു വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു, കുടുംബമായിട്ടാണ് വരുന്നു എന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞ ഉടനേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നത് ദൈവനിയോഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വായിച്ചതായ തിരുവചനത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എന്നാ വായിച്ചത് എന്താ ഒന്ന് വായിച്ചേ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. 4 കാര്യങ്ങളാണ്. 1 രക്ഷയാകുന്ന ദൈവം, 2 ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, മാത്രമല്ല ഉദ്ധാരണങ്ങളുടെ നമ്മുടെ ദൈവം, 4-മത്തെ കാര്യം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ തരുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കടന്നു വന്നതിനേക്കാളും പല മാറ്റങ്ങളൊക്കെ കണ്ടു. സൗണ്ട് സിസ്റ്റത്തിലൊക്കെ പല മാറ്റങ്ങളുണ്ട്. ചലിച്ചുകൊണ്ടിരുന്ന 3 എണ്ണം ചലിക്കാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല മാറ്റങ്ങളുണ്ട്. പലരുടെയും മുഖങ്ങൾ എനിക്ക് വ്യക്തമാകുന്നില്ല. അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്. അന്ന് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആകത്തുക നാം മാറുന്നുണ്ടോ, അതോ നാം കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവുകയാണോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ ചോദിച്ചത് എന്താണെന്ന്? ഒരു പ്രസംഗിക്കാൻ ഒരു മൈക്ക് കിട്ടി അത് പിടിക്കുന്ന ശൈലി മുതൽ നമ്മളൊന്ന് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പ്രൊഫഷണൽ ആവുക നമ്മൾ, ആണോ അല്ലയോ? എന്നാൽ ഇതില്ലാതിരിക്കുമ്പോഴോ? ഇതിന് ലീഡില്ല, കോഡ്ലെസ് ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാം. കോഡുണ്ടെങ്കിലോ ഞാൻ കേബിളൊക്കെ നോക്കി എത്രമാത്രം പോകാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണലാകാൻ ശ്രമിക്കുക. ഇതൊക്കെ ദൈവം അനുഗ്രഹം നമുക്ക് തരുമ്പോൾ ദൈവത്തിന് ഈ പ്രൊഫഷണലുള്ള ആൾക്കാർ ആവശ്യമില്ല കേട്ടോ.
മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് ഇന്നും സിൻസിയറായ ആൾക്കാർ. ദൈവദാസനോട് വചന ശുശ്രൂഷ പറഞ്ഞു, പത്രോസ് സിൻസിയറായ ഒരു വിശ്വാസിയായിരുന്നു ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ. എന്നാൽ മെച്യൂറായ ഒരു ശിഷ്യനായി മാറിയപ്പോഴാണ് ലേഖനത്തെ നമ്മൾ കാണുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷത്തിലൊക്കെയും ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പത്രോസ് എന്തും എപ്പോഴും കയറി അങ്ങ് പറയുക, കർത്താവേ അത് വേണ്ട കേട്ടോ, നീ മരിക്കണ്ട, ആകാശം തീർക്കണോ, കർത്താവ് നീ ഒന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം? രോഗികളായ പലരെയും കൊണ്ടുവന്നപ്പോൾ ഒരു പൂഞ്ഞാൽ ഇവിടെ നടന്നില്ല, വലയിൽ ഒരു പൂഞ്ഞാൽ പോലും കയറിയിട്ടില്ല. പറയണം നീ ഒന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആകാശം നിന്ന് തീയങ്ങ് ഇറക്കിയേക്കാം. എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ ചോദിച്ച്, നീയും ഈ ഗലീലക്കാരന് കൂടെ ഉള്ളതാണോ? ദേവദാസൻ പറഞ്ഞതുപോലെ അവൻ അറിഞ്ഞിട്ടില്ല. ആരെ? യേശുവിനെ അറിഞ്ഞിട്ടില്ല. പ്രാകാൻ തുടങ്ങിയെന്നേ. അങ്ങനെയല്ലേ വചനം കൊടുത്തിരിക്കുന്നേ? പ്രാകാൻ തുടങ്ങി. അത് മാത്രമല്ല, എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തൊരു വേദഭാഗം ഇപ്രകാരമാണ്. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നീ കോഴി എത്ര പ്രാവശ്യം എന്നെ തള്ളി പറയും. ആ സംഭവം കൊണ്ടുവരണം നമ്മുടെ മനസ്സിൽ, പിക്ചർ കൊണ്ടുവരണം. വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ യേശു കർത്താവിനെയൊക്കെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുക. അതിന് മുന്നമേ 3 പ്രാവശ്യം തള്ളി പറയണമല്ലോ. ഈ തള്ളി പറയുന്ന സമയത്ത് 3-ാം പ്രാവശ്യം കോഴി കൂവി കഴിഞ്ഞപ്പോൾ ഇവൻ തള്ളി പറഞ്ഞു. കൂവി കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ആരെ നോക്കി? തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കിയപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചു? എങ്ങനെ വചനം കൊടുത്തിരിക്കുന്നത്? പുറത്തു പോയി പൊട്ടിക്കരഞ്ഞെന്ന. തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അടുത്ത് നിന്നുകൊണ്ട് ആരെ തള്ളി പറഞ്ഞു? മനസ്സിലായിക്കോണം. യേശു കർത്താവ് നേരത്തെ വാൺ ചെയ്തതാണ് ഇങ്ങനെ സംഭവിക്കാൻ പോവുക. യേശു കർത്താവിടെ ഏറ്റവും അടുത്ത് നിൽക്കുക. ഞാനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുക, ഞാൻ നിങ്ങളുടെ മുഖത്തോട് നോക്കുക. കുറച്ചുകൂടെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മുമ്പോട്ട് നോക്കുക മാത്രമേ ഉള്ളൂ. പലരും ചിന്തിക്കുക എന്നെയാണ് നോക്കുന്നതെന്ന്. എന്നാൽ പത്രോസിനെ യേശു കർത്താവിൻ്റെ കെമിസ്ട്രി നോക്കേ. യേശു കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ കുറ്റബോധം വന്നു. അത്ര അടുത്ത് നിന്നുകൊണ്ടാണ് ആരെ തള്ളി പറഞ്ഞേ? 2 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോഴും 2 പ്രാവശ്യം കോഴി കൂകിയപ്പോഴും യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയോ? ഇതുപോലെ എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മൾ തിരിഞ്ഞു നോക്കാതിട്ടേക്കുന്നു. കാരണം എന്താ അറിയോ? കുറ്റബോധം വരുമാറ് ഒന്ന് നോക്കാൻ. നാം പലപ്പോഴും പാപം ചെയ്യുമ്പോൾ ഉടനടി ദൈവം നമ്മെ ശിക്ഷിക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ പാപബോധം ഒരിക്കൽ കൂടി തുളുമ്പി നിൽക്കുന്ന സമയത്ത് കർത്താവ് നമ്മെ നോക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരുവൻ ദൈവഭാഗത്തെ കടന്നു വരണമെങ്കിൽ അവൻ സ്വന്തം പാപം ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവൻ അക്കരെ നാട്ടിൽ പോവുകയുള്ളൂ. അതുകൊണ്ട് പത്രോസ് തള്ളി പറഞ്ഞതും കോഴി കൂകിയതും യേശു കർത്താവ് തിരിഞ്ഞാരെ നോക്കി? പത്രോസിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അവൻ ഉള്ളിൽ ഒന്നും പറയാൻ പറ്റാതെ അവൻ പുറത്തു പോയി പൊട്ടി കരയുവാനിടയായി. ഇതുപോലെ ആത്മതപനം ചെയ്യുന്ന ഒരു മാനസാന്തരത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്തൃമേശ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ തിരുമേശ എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ത് വേണം? നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. ഞാനോ എനിക്ക് എന്തെടുക്കണം? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? എന്നാൽ ന്യൂട്രി കൂടെ ഞാനും ക്ഷമിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ പിന്നെ കാണാം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത കർത്തൃമേശയ്ക്ക് ഇടവേള 1 മാസം ഉണ്ടല്ലോ, പിന്നീടുള്ള ഫൈറ്റിങ് നമുക്ക് പിന്നെ കാണാം, ശേഷം തുടരും. അങ്ങനെയുള്ള മാനസാന്തരത്തെ ദൈവം പുച്ഛിക്കുകയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ എന്നോട് ചേർന്നാലും ഇല്ലേലും അങ്ങനെയുള്ള മാനസാന്തരം ദൈവം പുച്ഛിക്കുകയാണ്. ആത്മതപനം ചെയ്തുകൊണ്ട് ഉള്ളു പിടഞ്ഞുകൊണ്ട്, കർത്താവേ ഞാനൊരു പാവിയാണ്, ഞാൻ അരുതാത്തത് ചെയ്തു, അരുതാത്തത് പറഞ്ഞപ്പാ എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് നെടുമ്പാട് വീണ് കരഞ്ഞ് ദൈവത്തിനു മുമ്പാകെ ആത്മതപനം ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ആത്മസാന്നിധ്യത്തെ ആർക്കും ഒതുക്കി വെക്കാൻ കഴിയുകയില്ല. ഏകദേശം 120 പേരടങ്ങുന്ന സംഘം മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ട കൂടിയിരുന്നപ്പോൾ അവരുടെ മധ്യേ ദൈവ സാന്നിധ്യം വരാൻ കാരണം എന്തെന്നറിയാമോ? അവിടെ വചനം പറയുന്നു, അവർ ഏക മനസ്സോടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ പറഞ്ഞു, ഇവിടെ ഉണർവിൻ്റെ കാര്യം പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട് കൺവെൻഷൻ വന്നപ്പം ബാബു ചെറിയ സന്തത്തെ പ്രസംഗ വിഷയമായിരുന്നു ഉണർവ്.
ബാബുച്ചെറിയൻ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് ബാബുച്ചെറിയൻ പാസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉണർവ് ആവശ്യമെന്ന് തോന്നുമെങ്കിൽ ഉറങ്ങിക്കിടക്കുവാണെന്ന് സമ്മതിക്കണം. ഇല്ലാത്തടത്തോളം കാലം ഉണർക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ദേവസ്വം പറയാം ഉണര്. എന്താ എൻ്റെ ലോജിക്ക്? ഇപ്പം മോദി വന്നതിന് ശേഷം പകലും ലൈറ്റ് കിടക്കുന്ന കുറേ ബൈക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? എന്താ എൻ്റെ ലോജിക്ക്? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പകലും ലൈറ്റ് ഇട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എമർജൻസി, എന്തോ അത്യാവശ്യ കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലയോ? ഈ പകലും ആരെങ്കിലും ഈ നട്ടുച്ച നേരത്തെ ആരെങ്കിലും ടോർച്ച് അടിച്ചുകൊണ്ട് പോയാലോ? എന്തോ സംതിങ് റോങ് അല്ലേ? സംതിങ് റോങ്. അതുപോലെ നാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉണരുന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ എന്ത് വേണം? ഉണർത്തണം. ഇപ്പോൾ ഉണർവ് ആവശ്യമാണെങ്കിൽ, ആ ആവശ്യബോധം ഉള്ളിൽ കടന്നു വരുന്നുവെങ്കിൽ നാം ഉറങ്ങിയിരിക്കുകയാണെന്ന് സമ്മതിക്കണം. അയ്യോ, എന്നെ പോലെ കൈയടിക്കുന്നവരാരുണ്ട് ചർച്ചിൽ? എന്നെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവരാരുണ്ട്? എല്ലാവരെക്കാളും മുമ്പേ ഞാൻ എത്താറുണ്ട്, എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ കൊടുക്കാറുണ്ട്. ഏത് പക്ഷം വന്നാലും ഞാനാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിവിടെ. അവിടെയോ? ഇവിടെ ഈ 4 ഭിത്തിക്കകത്ത് നമുക്ക് പലതും കാണിക്കാം. പക്ഷെ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോഴോ? അവിടെയാണ് കണക്ക് തീർക്കേണ്ടത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഉണർവ് നമുക്ക് ആവശ്യമാണ് എങ്കിൽ നാം ഉണർന്നിരിക്കുകയല്ല. കർത്താവേ, എപ്പോഴോ ഞാനൊന്ന് മയങ്ങി, എൻ്റെ കാലുകൾ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എന്നെ താങ്ങി. അതുവരെയും കർത്താവ് താങ്ങിയില്ല. പത്രോസ് വെള്ളത്തിന് മേലെ നടന്നു. എപ്പോഴാണ് കർത്താവ് പിടിച്ചത്? അവൻ താണു തുടങ്ങിയപ്പോൾ. കർത്താവേ, എനിക്ക് നീന്താ അറിയാം, കർത്താവിനെ പിടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പത്രോസ് അവിടെ കിടന്നായിരുന്നെങ്കിലോ? അല്ല, സത്യമല്ലേ? പത്രോസ് നീന്താ അറിയാമോ ഇല്ലയോ? പിന്നെ എന്തിനാ കർത്താവ് കയറി പിടിച്ചവനെ? എടാ, ആഴക്കടലിൽ നിലയൊട്ടി നിൽക്കാൻ ഞങ്ങളോട് പഠിച്ച സമയത്തൊരു ദേവദാസൻ ഉണ്ടായിരുന്നു, സ്റ്റീഫൻ 5 തെങ്ങുകാരനാണ്. ഇത്രയേ ഉള്ളൂ, കുള്ളനാള്, മീൻപിടുത്തക്കാരനായിരുന്നു. 3-ാം ക്ലാസ് അങ്ങോട്ടേ പഠിച്ചിട്ടുള്ളൂ. പുള്ളിയുടെ അന്യഭാഷയൊക്കെ ഞങ്ങളുടെ സെമിനാരി പുറത്ത് പോയി പഠിച്ച സെമിനാരി പഠിച്ചിട്ട് വന്ന അധ്യാപകർ പറഞ്ഞു ഫ്രഞ്ചിലൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. നമുക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അത്രയും കടിച്ചപ്പെട്ട വാക്കുകളൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു പോവുക. ആ സമയത്ത് പുള്ളി അടുത്ത് നിന്ന് ഇങ്ങനെ ആ മുഖമൊക്കെ ഒന്ന് കാണണം, അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ ചുമന്ന തുടുത്തൊക്കെ ഇരിക്കുമ്പം. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നാം ദൈവത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണം. കർത്താവേ, അങ്ങ് അടിയന് മേലൊന്ന് വാഹനമേറണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ അടിയനെ നിറയ്ക്കണമേ. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളൊക്കെ വൃഥാവായി തീരാതെ, അത് ജൽപ്പനങ്ങളായി മാറാതെ, അത് സമയം പോക്കായി മാറാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തോട് ചേർന്നിരിപ്പാനും കാരണമാകുന്ന തരത്തിലുള്ള ഒരു മാനസാന്തരമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. വായിച്ച വേദഭാഗത്തേക്ക് വേഗം കടന്നു വരാം. അവിടെ കാണുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി 4 കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സമയം പോലെ നോക്കട്ടെ. നമ്മുടെ രക്ഷയാകുന്ന, സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ ആരാ? എൻ്റെ രക്ഷയാകുന്ന. ഇന്ന് പകൽക്കാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ സഭയിൽ കൂടി വളർത്തുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന, ദൈവജനത്തോടെ പറയുന്നത്, നമ്മുടെ രക്ഷയാകുന്ന ദൈവം. ആ ദൈവത്തെ എത്ര പേർക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് പല ദൈവങ്ങളെയും സംരക്ഷിക്കുന്നത് ലോക്കോ, മിന്നൽ രക്ഷ, ചാലകവുമോ അതിന് മുമ്പ് ഫിറ്റ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മെ രക്ഷിക്കുന്ന ദൈവമോ ആ മിന്നലിനെയും ആ കടലിനെയും കാറ്റിനെയൊക്കെയും ശാസിപ്പാൻ കഴിവുള്ള, അതിനെയൊക്കെ അടക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ രക്ഷയാകുന്ന ദൈവം. ആ രക്ഷയാകുന്ന ദൈവം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗപ്രവർത്തികളെ നാം മറന്നുകൊണ്ടുള്ള ജീവിതം, മറന്നുകൊണ്ടുള്ള പ്രവൃത്തി, മറന്നുകൊണ്ടുള്ള സംഭാഷണങ്ങളൊക്കെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ഇവിടെ സിസ്റ്റർ പറഞ്ഞു ഉപവാസ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഉപവാസ പ്രാർത്ഥനയാണോ ഇൻഡിവിജ്വലായ ഫാസ്റ്റിംഗ് ആണോ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആകത്തുക സിസ്റ്റർ പറയാനിടയാത്ത സഭയുടെ പ്രാർത്ഥന വിഷയങ്ങളാണ്, സഭയുടെ ആവശ്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഒരു പോലീസ് അധികാരി വരികയാണെങ്കിൽ, അദ്ദേഹം ഒരു ലെറ്റർ നമുക്ക് കൈമാറാൻ വരുന്ന എന്തെങ്കിലും കാര്യത്തിന് വരികയാണെങ്കിൽ, പോലീസിനോട് സംബന്ധിച്ച് അദ്ദേഹം യൂണിഫോമിലായിരിക്കുമല്ലയോ? ഇന്ന് സോഷ്യൽ മീഡിയ ഒത്തിരി ആക്റ്റീവായി ഇരിക്കുന്നത് കൊണ്ട് സ്റ്റാർ ഇല്ലാത്ത ഒരു വ്യക്തി നമുക്ക് ചെല്ലാനടിക്കാൻ വന്നാൽ പറയും, സാറേ സ്റ്റാർ എന്തേന്ന് ചോദിക്കും.
സ്റ്റാർ ഇല്ലാത്തവൻ എന്തടിക്കാൻ പറ്റത്തില്ല, ഫൈൻ അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളൊന്ന് ചോദിക്കും, സാറേ യൂണിഫോം എന്തേ, സാർ തൊപ്പി വെച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളെ കണ്ടെത്തും. ആണോ അല്ലയോ? അത് നമ്മുടെ റൈറ്റാണ്. ആ റൈറ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ റോങ് ആണോ എന്ന് നോക്കണം, വിഷയം വഷളാവും. അപ്പം ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ഒരു അധികാരി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ യൂണിഫോം വെൽ പ്രിപ്പയർഡ് ആയിട്ട് കടന്നു വരികയാണ്. അതുപോലെ തന്നെ ഒരു ദൈവ പൈതലാകുന്ന ഒരു വ്യക്തി അവനൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോഴോ, ഒരു ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോഴോ, ആലയത്തിലേക്ക് കടന്നു വരുമ്പോഴോ അവരെ കാണുമ്പോൾ എന്ത് മനസ്സിലാകണം? പ്രൈസ് ലോർഡ്. മാത്രമല്ല 10 മണിക്ക് മീറ്റിംഗ് ആകുമ്പം 10 മണിക്ക് ഇറച്ചി കിടന്ന് നിൽക്കുന്നേ ഉള്ളൂ. 10 മണിക്ക് മീറ്റിംഗ് സൺഡേ നല്ല ഇറച്ചി കിട്ടും കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ ഏരിയയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ എല്ലായിടത്തും തൂക്കിയിട്ട് വടക്കിൻ്റെയിലും പറ്റത്തില്ല കേട്ടോ. അതുപോലെ ആ നാട്ടുകാർ നമ്മളെ തൂക്കിക്കളയും, തൂക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ആകുമ്പോൾ ഒട്ടുമുക്കാൽ അച്ചാമാരെല്ലാം അവിടെ ഉണ്ട്. അത് ബിസിനസ് അടുത്ത നാക്ക് നോക്കണം. ഈ ഇറച്ചിയുടെ തൊട്ടടുത്ത കപ്പക്കാരനും ഇരിപ്പുണ്ട്. അവന് കടയൊന്നുമില്ല, അവൻ അന്നത്തുള്ള കച്ചവടമേ ഉള്ളൂ. ഇതെല്ലാം ബിസിനസ്സാണ്. അതിനിടയ്ക്ക് നമ്മൾ ഞായറാഴ്ച എവിടെ കിടന്ന് തെള്ളുക? അപ്പോൾ നമ്മളെ അറിയാവുന്നവർ ചോദിക്കുന്നത് സഭായോഗമൊന്നുമില്ല, ഇവനെന്ത് ഇവിടെ കിടന്ന് തെള്ളുന്നേ? പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, സഭായോഗത്തിന് സമയമാകുമ്പോൾ ആരാധന പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എവിടെ കണ്ടിരിക്കണം? അവസാനത്തെ പഫു എടുത്ത് കളഞ്ഞിട്ടല്ല വരേണ്ടുന്നത്. ഇവിടെ അല്ല കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. അവസാനത്തെ ഇച്ചിരി അടുത്തൊരു 2.5 മണിക്കൂർ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. അത് കഴിയുമ്പോഴോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒളിപ്പിച്ച് വെക്കും. ഈവൻ സ്ത്രീകൾ വരെ ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഇതങ്ങോട്ട് സഭായോഗത്തിന് ഭയങ്കര തന്യഭാഷ, ഷെഡൊക്കെ ഇടിഞ്ഞ് തകർന്നു പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും. എന്നാൽ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടും എല്ലാ കൈ കൊണ്ട് ഇങ്ങനെ ചുരുക്കി വെച്ചിട്ട് ഒരു വെപ്പുണ്ട്. അന്നേരം ആയിരിക്കും എൻ്റെ കണ്ണവിടെ ചെല്ലുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നാം വിശുദ്ധ സഭായോഗത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ വെള്ളയിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നെവർ മൈൻഡ്. പ്രൈസ് ലോർഡ്. ഹലോ. നമ്മുടെ രക്ഷയാകുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രാണൻ തരുവാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ആ വില മനസ്സിലാക്കാതുള്ള ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് രക്ഷയാകുവാൻ വേണ്ടി തൻ്റെ പൊന്നോമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു കൊടുപ്പാൻ, തകർത്തു കളയുവാൻ പ്രസാദം തോന്നിയ ആ സ്നേഹ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. പുത്രനെ അന്ന് സ്നേഹിച്ച് ലോകത്തെയാണ് സ്നേഹിച്ചത്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മെ. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരുന്നു? പുത്രനോടായിരുന്നു, നമ്മോടായിരുന്നു? നമുക്ക് നമ്മുടെ മക്കളോടാണോ സ്നേഹം, അതോ അയൽവക്കക്കാരോടാണോ? പ്രൈസ് ലോർഡ്. ആ പുത്രനെ കൂടി നമ്മെ കണ്ടു. യേശു കർത്താവ് പുത്രനാണെങ്കിൽ ആ പുത്രനിൽ കൂടി നമ്മെ കണ്ടു. നമ്മുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷാ പദ്ധതികൾ മെനഞ്ഞതായ ആ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമോ ഒരു സംഭാഷണമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. അടുത്ത വാക്ക് അവിടെ കാണുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിലൊക്കെ എന്തുമാത്രം ഭരണകർത്താക്കളെ കടന്നു വന്നാലും ഭാരങ്ങളെ ചുമത്തുന്ന രാജാക്കന്മാരെ വന്നിട്ടുള്ളൂ. ആണോ അല്ലയോ? ടാക്സ് ചുമത്തുന്ന, ഭാരങ്ങൾ ചുമത്തുന്ന. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തേക്ക് കടന്നു പോയപ്പോൾ കാണാം ഹൈവേ ഒക്കെ 4 വരി ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക, 6 വരിക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയെടുത്ത് ഞാൻ പറഞ്ഞു, ചുമ്മാതാ, ഇത് കേരളക്കാർക്ക് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. കാരണം എല്ലാം 50-60 കിലോമീറ്റർ ആയിരിക്കും ടോൾ വെക്കും. ടോൾ വെക്കാൻ പോകുന്ന ബ്രാക്കറ്റ് അവിടുന്ന് എക്സിറ്റ് ആകാനുള്ള സ്ഥലം ടോളിനടുത്തായിരിക്കും. അപ്പോൾ ഈ 50 കിലോമീറ്റർ ദൂരെയുള്ള ആൾക്കാർ വസ്തു വിട്ടു കൊടുത്തു, പണം കുറേ കൈ കിട്ടി. അവർക്ക് ഉപയോഗം വന്നിട്ടുണ്ടോ? ആ ഭാഗത്തുള്ള കടകമ്പോളങ്ങളെല്ലാം ശൂന്യം. വണ്ടി മുകളിൽ കൂടെ അങ്ങ് പോവാ. താഴെ വല്ലതും നിന്നിട്ട് വേണ്ടി ആരെങ്കിലും കാപ്പി കുടിക്കാൻ. മനസ്സിലാക്കുന്നുണ്ടോ? ചിന്തിക്കാൻ സമയം വരും. പ്രൈസ് ലോർഡ്. ഭാരങ്ങളെ ചുമത്തുന്ന അധികാരികൾ, ഭരണാധികാരികൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഇവിടെ പറയുക, നമ്മുടെ ദൈവം എങ്ങുള്ളവനാ? നമ്മുടെ ഭാരങ്ങളെ സ്വയം തൻ്റെ മേലേറ്റുകൊള്ളുക. അതുകൊണ്ടാണ് പത്രോസ് തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ഭാരം യഹോവയെങ്കിൽ വെച്ചുകൊള്ളുക, അവൻ്റെ മേൽ ചുമത്തുകൊള്ളുക, അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കരുതും. എങ്ങനെ ഉയർത്തും? തക്ക സമയത്ത് നമ്മെ എന്ത് ചെയ്യും? ഉയർത്തുന്ന ആ കാര്യങ്ങൾ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യമോ,
നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ ഒരു ദൈവം, രക്ഷ നൽകുന്നവനായ ഒരു ദൈവം, നമ്മുടെ ഭാരങ്ങളെയൊക്കെ ചുമക്കുന്നവനായ ഒരു ദൈവം. നാം സർക്കാർ കാര്യത്തിന് ഏത് കാര്യത്തിന് പോയാലും ഓരോ കാര്യത്തിനും ഓരോ ആപ്ലിക്കേഷൻ എഴുതണം, വേണ്ടായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിനെല്ലാം ഓരോ A4 എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര വലിയ വേടനായിരുന്നു നമുക്ക്. പനി മാറണം, അതിനൊരു ആപ്ലിക്കേഷൻ. തലവേദന മാറണം, അതിന് വേറെ ആപ്ലിക്കേഷൻ. നമ്മൾ കോർട്ടിൽ ചെന്നാൽ അങ്ങനെ ഓരോ കേസിനും സെപ്പറേറ്റ് ആണ്, അതിന് സെപ്പറേറ്റ് നമ്മൾ ചെല്ലാനടയ്ക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ 1-2 പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി ആരും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ലായിരിക്കും പറയുന്നത്, സമയം ദൈവദാസന്മാർ കിട്ടിക്കൊട്ടുന്നതായിരിക്കാം. അതോ ഇവിടുത്തെ കാര്യം അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു ആപ്ലിക്കേഷൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബൈബിൾ വീട്ടിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ആണോ അല്ലയോ? എന്നാൽ അതൊന്നും ഇടവരുത്താതെ നമ്മുടെ ആവശ്യങ്ങൾ ഇന്നവയെന്ന് നാം അറിയുന്നതിന് മുന്നമേ നമ്മുടെ കർത്താവ് അറിഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നവയെന്ന് നാം അറിയുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് അറിഞ്ഞു. തക്കതായ വഴികൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ആ ദൈവത്തെ മറന്നുള്ള ജീവിതം നമുക്കാകരുത്. പ്രൈസ് ദി ലോർഡ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ലൊരു ദൈവം. നമ്മുടെ ഭാരങ്ങൾ നമ്മളെ കൊണ്ട് ചുമക്കാൻ പറ്റുകയില്ല എന്ന് നാം ഇങ്ങനെ ഭാരപ്പെടുമ്പോൾ കർത്താവ് പറയാ, കുഞ്ഞെ നീ എന്തിനു ഭാരപ്പെടുന്നു? നമ്മൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ബാഗോട്ടാണ് കയറുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബാഗ് നമ്മളെവിടെ വെക്കും? എവിടെ വെക്കുന്നത്? അന്നേരം തോളെ തൂക്കിയിടിയോ കൈ പിടിക്കുകയോ ചെയ്ത പ്രായമുള്ളവർ, മക്കളെ അവിടെ താഴെ വെക്കടാ, ഈ താഴെ വെക്കുക, അല്ലെങ്കിൽ മുകളിലോട്ടങ്ങ് വെക്ക് പറയുമോ ഇല്ലയോ? നമ്മളിപ്പോഴും ബസ്സിൽ കയറിയിട്ടുണ്ട്, ചുമട് നമ്മുടെ തലയിരിക്കുക. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി. സംഭവം ശരിയാ, കർത്താവ് നമ്മുടെ ഭാരങ്ങളൊക്കെ ചുമക്കുന്നുണ്ട്, ആ വാക്യം നമ്മൾ കേൾക്കുന്നുണ്ട്, ദിനംതോറും ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ എന്താ പറയാ? കഴിഞ്ഞ ഒരാഴ്ച കാലം വളരെ കഷ്ടത്തിലും ഞെരുക്കത്തിലും കൂടി കടന്നു പോയി. ആയിക്കോട്ടെ, ആർക്കും ഇതില്ലാത്ത? കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാൻ പനിയായി കിടക്കുമായിരുന്നു. ആയിക്കോട്ടെ, കൊറോണ ആയില്ലല്ലോ. ഇനി കഴിഞ്ഞ ഒരാഴ്ച കാലം കൊറോണയായിരുന്നു, മരിച്ചില്ലല്ലോ. മരണശൈലായിരുന്നു, വിട്ടുകൊടുത്തില്ലല്ലോ ദൈവം. നമ്മൾ എന്തുകൊണ്ടാണ് നെഗറ്റീവിലേക്ക് മാത്രം പോകുന്നത്? പോസിറ്റീവ് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? പ്രൈസ് ദി ലോർഡ്. എത്ര ആയിരങ്ങൾ കൊറോണ വന്നപ്പോൾ കടന്നുപോയി, നമ്മൾ ഇന്നും ഉണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ വർണ്ണിക്കുക അല്ലേ വേണ്ടത്? ഇന്നും നാം സഭായോഗത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളൊക്കെ പറഞ്ഞ പുതിയ വിശ്വാസികൾക്ക് എന്ത് തോന്നും? ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം. പഴയ ഒരു അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി എഴുന്നേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാൻ അവിടെ പോയപ്പോൾ ഇന്ന സംഭവിച്ചു, ഇതെല്ലാം കാര്യങ്ങളെല്ലാം സാക്ഷി എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണമെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവസാനം വന്ന് കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ദുരിതവും എല്ലാം പറഞ്ഞ് 2-3 ആഴ്ചയായിട്ട് പുതുതായിട്ട് വരുന്നൊരു വിശ്വാസിയാണ്. അവർ പിന്നെ വിരക്കം അങ്ങ് നിർത്തി. പാഷ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറയാം, 10-35 വർഷമായിട്ട് വിശ്വാസി വന്ന ആ അമ്മച്ചിയുടെ ദുരിതം ഇതുവരെ മാറിയില്ലെങ്കിൽ ഞാൻ 2 ആഴ്ച ആയതുള്ളൂ, എൻ്റെ എന്ന് മാറും? നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉത്തേജനം നൽകുന്നതായിരിക്കണം, അവരുടെ കരുത്തിനെ കെടുത്തിക്കളന്നാകരുത്. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യമോ, നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവ് ചുമക്കാന്നാണ് പറഞ്ഞത്. നാം അതും കൊണ്ട് പേറി നടക്കേണ്ട കാര്യമില്ല. നമ്മെക്കൊണ്ട് പറ്റില്ലെന്നേ, നമ്മളെക്കൊണ്ട് പറ്റില്ല, അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിർവടിയായി ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഭാരമായി തോന്നുന്ന, നമ്മളെക്കൊണ്ട് കർത്താവ് എനിക്ക് ശക്തിയില്ല, ഇനി എനിക്ക് അതിനപ്പുറമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, മുമ്പിൽ മുഴുവൻ വഴികളൊക്കെ അടഞ്ഞതായി തോന്നുന്ന സമയത്ത് കർത്താവേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദൈവസഭയ്ക്ക് വേണ്ടി, എൻ്റെ ദൈവദാസന് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് നാം നെടുമ്പാട് വീണ് കരയുമ്പോൾ ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് മറികടന്ന് പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു നല്ല ദൈവം. അടുത്ത വാക്ക് വായിച്ചേ. അതിൻ്റെ ഒത്തുവാക്യങ്ങളൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേഗം കിടന്നു പോവുകയാണ്. ദൈവം നമ്മുടെ എന്താ ഉദാഹരണങ്ങളുടെ ദൈവം? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും. എവിടെ വെച്ചാ പറഞ്ഞേ? മീനെ പിടിക്കുന്ന സമയത്താണോ? അവിടുത്തെ പറയേണ്ട കാര്യമില്ലെന്നേ. ലാസറിൻ്റെ ഭവനത്തിൽ മരിച്ച് നാറ്റം വെച്ച് കിടക്കുന്ന അവസ്ഥയിൽ പത്രോസ് ആയിരിക്കുന്നു. കല്ല് മാറ്റിയ നാറ്റം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി, പറയുന്നുമുണ്ട്, അവിടെ ചർച്ചയുണ്ട്. അവിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ അവിടെ പറയുന്ന, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും മരിക്കത്തില്ലായിരുന്നു. കർത്താവ് അവനെ ജീവിപ്പിച്ചിട്ട് പിന്നെ ലാസർ മരിച്ചില്ലയോ? മരിച്ചോ ഇല്ലയോ? ലാസർ ഇന്നും ജീവനോട് ഉണ്ടായിരുന്നെങ്കിലോ? എൻ്റെ അമ്മ എന്തുമായിരിക്കും?
2000 പുറത്ത് വർഷം പഴക്കമുള്ള ഒരു ലാസറിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? മരണം അത് പ്രകൃതിയുടെ നിയമമാണ്. ദൈവം വിടുതൽ കൊടുത്തിട്ട് പിന്നെ രോഗികളായി തീർന്നിട്ടുണ്ടോ ആൾക്കാർ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന നടത്തി സൗഖ്യം പ്രാപിച്ചവർക്ക് വീണ്ടും അസുഖം വരാതിരുന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അസുഖം വന്നിട്ടുണ്ട്. അസുഖം വന്ന് മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു നിയമമാ, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് റൈറ്റ് ഇല്ല. പക്ഷെ ഒരു കാര്യം, കർത്താവേ തിരുഹിതമെങ്കിൽ എന്ത് കൊടുക്കണം? സൗഖ്യം കൊടുക്കണം. കർത്താവേ നീ ഇത് ചെയ്തേ മതിയാകൂ എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. നാം ദൈവത്തെ ബുദ്ധി ഉപദേശിക്കാൻ നിൽക്കരുത്. നാം പലപ്പോഴും പ്രാർത്ഥനയിലും അല്ലെങ്കിൽ മറ്റ് ഉപവാസ പ്രാർത്ഥനകളിലും സഭായങ്ങളൊക്കെ പറയുന്നത്, കർത്താവേ അങ്ങ് സൗഖ്യം കൊടുത്തേ മതിയാകുള്ളൂ, അങ്ങ് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. ഇല്ലെങ്കിലോ കർത്താവ് പറയാം, എനിക്ക് സൗഖ്യം കൊടുക്കാൻ താല്പര്യമില്ല അവന്. അപ്പോൾ ഇനി സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്മാറ്റത്തിലേക്ക് പോകും. അതിനേക്കാളും നല്ലത് ഈ ശുദ്ധീകരണ സമയമാണ് അവൻ ഏറ്റു പറഞ്ഞ് ഇനി പോരട്ടെ. നമ്മൾ പറയാം അവൻ എന്ത് കൊടുക്കണം? പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ നീ മരിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ പദ്ധതി വേണ്ടാന്ന് ആര് പറഞ്ഞ്? അങ്ങനെ നമ്മൾ കർത്താവിനെ ബുദ്ധി ഉപദേശിക്കാൻ നിൽക്കരുത്. നാം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവേ തിരുഹിതമെങ്കിലും എന്ത് കൊടുക്കണം? തിരുഹിതമല്ലാത്ത സൗഖ്യം നമുക്ക് ആവശ്യമുണ്ടോ? പിന്നെ ഉള്ള ജീവിതമെല്ലാം പൊട്ടലും ചീറ്റലും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ദൈവമേ അങ്ങ് തരുന്ന സൗഖ്യം മതിയെന്നേ, അങ്ങ് തരുന്ന ഉയർച്ച മതിയെന്നേ, അങ്ങ് തരുന്ന ശുശ്രൂഷ മതിയെന്നേ, അങ്ങ് തരുന്ന ബന്ധങ്ങൾ മതിയെന്നേ, അങ്ങ് തരുന്ന നന്മകൾ മാത്രം മതിയെന്നേ, അതിനപ്പുറമായുള്ള ബന്ധങ്ങളോ നന്മകളോ ഒന്നും വേണ്ട എന്ന് സറണ്ടർ ചെയ്യുമ്പോൾ നാം ചിന്തിച്ചതിനും നിനച്ചിനപ്പുറമായുള്ള നന്മകളെ ദൈവം നമുക്ക് ദാനമായി നൽകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അവർ സെലക്ഷൻ ചെയ്തിട്ടാണ് വീട്ടിൽ പറയുന്നത്, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുക, ഈ കാര്യം ഒന്ന് ക്രമീകരിച്ച് തരണേ. ഇതുപോലെ നമ്മൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവ് ഞാനത് കണ്ടു വെച്ചേക്കോ കേട്ടോ, ഇതൊന്ന് ശരിയാക്കി തരണേ. ആ ഡ്യൂട്ടി കർത്താവിനില്ല. ഒരിക്കൽ യേശു കർത്താവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ തമ്മിൽ വസ്തു തർക്കം വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ വീട്ടിൽ വരണം കേട്ടോ. കർത്താവ് ചോദിച്ചു, എന്നാ വിഷയം? ചുമ്മാ വരുന്നേ ഉള്ളൂ. ഞാൻ വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ വീട്ടിൽ അല്പം ഒരു വിഷയമുണ്ട്, ചേട്ടനും അനിയും തമ്മിലുള്ള വിഷയം. ആ വസ്തു ഒന്ന് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു തരണം. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അവനോട്, എന്താ? നിനക്ക് ന്യായകർത്താവാക്കി എന്നെ കണ്ടോളോ കുഞ്ഞെ? ഈ വസ്തു കച്ചവടവും ഈ കാര്യമായിട്ടൊക്കെ എന്നെ കണ്ടോളോ? നിൻ്റെ വീട്ടിലെ തർക്കം തീർക്കാനാണോ ഞാൻ നിൽക്കുന്നത്? നീ വിശ്വാസിയാണെങ്കിൽ നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. രാത്രി 12 ഹിന്ദിക്കാരാ, എന്ത് വിഷയം വന്നാലും പാസ്റ്റർ അടുത്ത് വേണം. എന്ത് വിഷയം വീട്ടിൽ ഒന്ന് തുമ്മിയാൽ മതി, പാസ്റ്റർ JMC ജൽദിയാവും. എന്തുവാ എൻ്റെ കൊച്ചു തുമ്മി? കാരണം അതാണ് അവരുടെ കപ്പാസിറ്റി. ഞാൻ അവരോട് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾക്ക് ദൈവം തലമുറ ദാനമായി തന്നിരിക്കുക, ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പാസ്റ്ററെ അറിയിക്കേണ്ടെന്നല്ല. ഈ രാത്രി 12 മണിക്കൊക്കെ വിളിച്ച് 2 മണിക്കൊക്കെ വിളിച്ച്, പാസ്റ്ററെ എൻ്റെ കുഞ്ഞ് തുമ്മി എന്നൊക്കെ പറയുന്നേക്കാളും നല്ലത് ആ കുഞ്ഞിൻ്റെ തലയിൽ കഴിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. ഈ അധികാരം എന്താ മാതാപിതാക്കൾക്ക് ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? അത് കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ആരെ വിളിക്കാം? ഒരു എമർജൻസി ആണെങ്കിൽ പാസ്റ്ററെ വിളിക്കേണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ദൈവം നമുക്ക് മക്കളെ ദാനമായി നൽകിയിരിക്കുന്നെങ്കിൽ അവരുടെ മേൽ ശത്രുവിൻ്റെ യാതൊരു പ്രകോപവും കടന്നു വരാതെ തിരുവചനം ചെറുപ്രായം മുതൽ പഠിപ്പിക്കുവാനും പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരേതാവണ്ണം നടത്തുവാൻ സൺഡേ സ്കൂൾ മാത്രമല്ല നമ്മുടെ കുടുംബവും അതിനുവേണ്ടി ഉതകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അരുതാത്ത വഴിയിലേക്ക് കടന്നു പോകാതെ ദൈവസാന്നിധ്യം കൊണ്ട് കർത്താവ് അവരെ സംരക്ഷിപ്പാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യമോ? മൂന്നാമത്തെ കാര്യം എന്താ അവിടെ പറയുന്നത്? നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവം. യേശു കർത്താവ് ലാസറിൻ്റെ ഭവനത്തിൽ വന്ന് പറയുക, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അടുത്ത വാക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഏത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്? ഏത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ശാരീരിക മരണമാണോ? നാം കർത്താവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ മരണം നടന്നാൽ നാം ഉയർക്കുമോ ഇല്ലയോ? യേശു കർത്താവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്നവനാ. അവൻ പിന്മാറ്റത്തിൽ പോയി, അവനും മരിച്ച്, അവൻ ഉയർക്കുമോ ഇല്ലയോ? ഉയർക്കത്തില്ല. അവൻ എങ്ങോട്ട് പോകും? പിന്നെ അവന് ഉയർത്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മരിക്കുക എന്നുള്ള പ്രകൃതി നിയമം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ്റെ ആത്മാവും ഇവൻ്റെ ആത്മാവും രണ്ടും അവിടെ ചെല്ലണം. ഉയർക്കാതെ ഇവൻ അവിടെ ചെല്ലാൻ പറ്റൂ? ഉയർത്തേ പറ്റൂ. അവിടെ ചെല്ലുമ്പോഴാണ് വചനം പറയുന്നു, വെള്ളസിംഹാസനം ഒരുക്കി വെച്ചിരിക്കുക,
അവിടെ എന്തു ചെയ്യും? ആബാലവൃദ്ധ ജനങ്ങളും ദൈവത്തിന് മുമ്പാകെ കടന്നു വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ മൂപ്പനാന്ന് പറഞ്ഞ് നടന്നവൻ, ക്രമം കെട്ട് നടന്നവനും അതിലേക്കൂടെ പോകണം. പുതുതായിട്ട് കടന്നു വന്ന വിശ്വാസി, എട്ടും പൊട്ടും തിരിയാത്ത വിശ്വാസി, അവൻ എന്തു പറഞ്ഞു കൊടുത്ത അതുപോലെ കണ്ണടച്ച് വിശ്വാസി, അവന് കൊടുക്കാനൊന്നുമില്ല. അവൻ വാങ്ങാൻ മാത്രമേ കൈ നീട്ടിയിട്ടുള്ളൂ, കൊടുക്കാൻ കൈ നീട്ടിയിട്ടില്ല. അവൻ്റെ പക്കൽ കൊടുക്കാനൊന്നുമില്ലായിരുന്നു. എല്ലാവരും അവനെ മാറ്റി മാറ്റി നിർത്തിയ ഒരു വിശ്വാസിയാണ്. എന്നാൽ അവൻ്റെ ഉള്ളിലുണ്ട്, കർത്താവേ, ഒരു നാൾ എൻ്റെ കരത്തെ അങ്ങ് ബലപ്പെടുത്തി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് കർത്താവേ. ആ ഉള്ളിൻ്റെ പിടപ്പ് ആരും കണ്ടില്ല. പക്ഷെ മനുഷ്യർ നോക്കി എല്ലാവരും പിരിവിട്ടപ്പോൾ ഇവൻ ഏറ്റവും കുറവിട്ടവനാണ്. എന്നാൽ കർത്താവ് അവനെ അളന്നു നോക്കിയപ്പോൾ ഇവനാണ് ഏറ്റവും വലിയ ധനികനായി കണ്ടത്. വിധവയുടെ 2 കാശിന് നമ്മളെക്കുറിച്ച് വിളിച്ചറിയിക്കുന്നതാണ്. എല്ലാവരും അധികമായി കൊടുത്തു, എന്നാൽ വിധവയോ 2 കാശേ കൊടുത്തുള്ള. വചനം പറയുന്നു, അവളുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിനുള്ള സകലതും അവൾ കൊടുക്കാനിടയായി തീർന്നു. നാം കൊടുക്കുന്നതിലല്ല, കൊടുക്കുമ്പോൾ മനോഭാവത്തെയാണ് ദൈവം അളക്കുവാനിടയാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യമോ, നാം ദൈവത്തിനു മുമ്പാകെ ഏവരും ആ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന സമയത്ത് നാം ചെയ്ത, വചനം പറയുന്നു, ചെയ്തത്, ഞാൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായെങ്കിലും തീയതായെങ്കിലും തക്ക പ്രതിഫലം ആരിന് ലഭിക്കും? കർത്താവിന് ലഭിക്കും. അവിടെ ഒരു റെക്കമെൻഡേഷനും നടക്കത്തില്ല. ഭൂമിയിൽ റെക്കമെൻഡേഷൻ ഉണ്ടോ? അഡ്മിഷൻ റെക്കമെൻഡ്, ഒരു ജോലിക്ക് റെക്കമെൻഡേഷൻ, ട്യൂഷന് വേണ്ടി ഒന്ന് പറയണേ, സ്കൂളിൽ ചേർക്കണേ ഒന്ന് പറയണേ. ഇവിടെ അങ്ങനെ പദ്ധതി വല്ലതും ഉണ്ടോ? ഒരു പരിപാടിയില്ല. നാം യേശു കർത്താവിനെ ഇൻഡിവിജ്വലായി കണ്ടുമുട്ടി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിപരീതങ്ങളായ പരിസ്ഥിതികളൊക്കെ കടന്നു വന്നപ്പോൾ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമുക്ക് ബുദ്ധി തന്നു, കർത്താവ് നമുക്ക് കഴിവ് തന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ദിനംതോറും വഴി നടത്തി. ദൈവകൃപയിൽ ആശ്രയിച്ച് കളങ്കം പറ്റാതെ ജീവിച്ചാൽ നമുക്ക് അക്കരെ നാട്ടിൽ കാണാം. അല്ല എങ്കിൽ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്ന ഞാനായിക്കൊള്ളട്ടെ, നിങ്ങളായിക്കൊള്ളട്ടെ, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ അക്കരെ നാട് കാണുകയില്ല. മോശയോട് പറഞ്ഞ പോലെ കാണും, പക്ഷേ മോശ അനുഭവിച്ചോ? മോശ കനാൻ നാട്ടിൽ കയറിയോ? ഉറപ്പാണോ? ഉറപ്പാണേ. മറുരൂപമല എവിടെയാ? മറുരൂപമല എവിടെയാ? ഹലോ, പ്രൈസ് ദി ലോർഡ്. കനാൻ നാട്ടിൽ മോശ ശരീരത്തിലിരുന്നപ്പോൾ എന്ത് ചെയ്തില്ല? അവിടെ പോകാൻ പറ്റിയില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ വസ്ത്രമൊക്കെ എന്ത് ചെയ്തു? തൂവെള്ള പോലായി. ആരൊക്കെ ഇറങ്ങി വരുന്നാട്ടാ കാണുന്നത്? മോശയും ഏലിയാവും ഇറങ്ങി വന്നു. അവർ യേശു കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നാം പ്രസംഗിക്കുന്ന സ്വർഗരാജ്യം, നാം മനസ്സിലാക്കുന്ന സ്വർഗരാജ്യം, അത് വിശ്വസിക്കുന്നുണ്ടോ? നാം കേട്ട സ്വർഗരാജ്യമുണ്ട്, നാം വായിച്ച സ്വർഗരാജ്യമുണ്ട്, നാം മനസ്സിലാക്കിയ സ്വർഗരാജ്യമുണ്ട്. പക്ഷേ നാം അത് വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗരാജ്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രവേശിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആരും കൈ പിടിച്ച് അതിലേക്ക് കയറ്റത്തില്ല. അവരോരോ ഭാരമായി നടക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് നാം ദൈവസന്നിധാനത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിനു മുമ്പാകെ കണക്ക് തീർക്കേണ്ടവരാ ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ നിത്യജീവനെക്കുറിച്ചുള്ള ഉത്തരവാദിത്തത്തോടു കൂടി വേണം നമ്മുടെ പോക്കും വരവുമെല്ലാം. സഭായോഗത്തിൽ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങുമ്പോഴുള്ള ഭക്തിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഭക്തിയുടെ വേഷം എന്താണ്, അതിന് പരിഭാഷ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ആ സമയത്ത് നാം ദൈവബദലായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? ഇത് ദൈവം അളന്ന് തൂക്കി നോക്കുന്നുണ്ട്. നമ്മുടെ ഉദാഹരണങ്ങൾ ദൈവം ഒരു നാൾ കാഹളധ്വനി കേൾക്കുമ്പോൾ, നമ്മെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, ആ വെള്ളസിംഹാസനത്തിനടുത്ത് വരുമ്പോൾ, ന്യായവിധി സമയത്ത് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ദൈവത്തിൻ്റെ വരവെങ്കിൽ നാം വിശ്വാസികളായിരിക്കാൻ, ശിഷ്യന്മാരായിരിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ, അക്കരെ നാട്ടിൽ ചെല്ലുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മുടെ ഇവിടുത്തെ കൊട്ടും പാട്ടും പ്രസംഗവും എല്ലാം എന്തായി തീർന്നു? വൃഥാവായി തീർന്നു. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത, നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളോട് സംഹരിച്ചു ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ 2-3 മാസത്തിനകം തന്നെ എത്രയോ അപകടങ്ങൾ, എത്രയോ രോഗങ്ങൾ, എത്രയോ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ഭവനത്തിൽ നടക്കാമായിരുന്നു, നമ്മുടെ സഭയിൽ നടക്കാമായിരുന്നു, നമ്മുടെ കുടുംബത്തിൽ നടക്കാമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കാമായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്.
പലപ്പോഴും നമ്മൾ ചിന്തിക്കാം, അയ്യോ ഞാനങ്ങ് ബ്രേക്ക് ഓൺ ദ സ്പോട്ട് പിടിച്ചു, വണ്ടി അങ്ങ് നിന്നു. നോ, നമ്മുടെ തോന്നല. നാം ആ ചവിട്ടുന്ന സ്ഥലത്ത് ബ്രേക്ക് അങ്ങ് ഫെയിലായിരുന്നെങ്കിലോ എങ്ങോട്ട് പോയേനെ? അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുതലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചത്. ഭവനത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ തിരിച്ചു വരുന്നവരെ നമ്മൾ അവർ നോക്കിയിരിക്കുക. ഇതിനിടയ്ക്ക് എന്തൊക്കെ നടക്കും നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. ദൈവത്തിൻ്റെ കരമല്ലേ അവരെ നടത്തിയത്, ദൈവത്തിൻ്റെ കരസ്പർശനം കൊണ്ടല്ലേ അവരെ നടത്തിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വാഹനമായി പോകുമ്പോൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചപ്പോൾ തെറ്റാണത്, 100% തെറ്റ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്കിൽ തന്നെ മാതാപിതാക്കൾ എന്ത് കൊടുത്തു വിടുന്നു? വാഹനങ്ങൾ കൊടുത്തു വിടാറുണ്ട്. ആക്റ്റീവയൊക്കെ കുഞ്ഞുങ്ങൾ കൊടുത്തു വിടത്തില്ലേ? പ്രൈസ് ലോർഡ്. നിയമങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ലൈസൻസ് ഇല്ലാതെ കുഞ്ഞുങ്ങളുടെ വാഹനം കൊടുത്തേക്കല്ലേ. ഉള്ള കയറിക്കിടക്കാടും കൂടെ വിറ്റാൽ പോലും തീരത്തില്ല. അങ്ങനെയുള്ള നിയമങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അതൊക്കെ അരുതാത്ത കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നമ്മൾ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഇവിടെയൊക്കെയും ദൈവമാണ് കരുതിയത്. തെറ്റ് ചെയ്തിട്ടും ദൈവം കരുതിയെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിലാപങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിറമാടാമായിരുന്നു. എന്നാൽ അവിടെയും കർത്താവിൻ്റെ കരുതലാണ് നമ്മോട് കൂടെ ഇരുന്നത്. നമ്മുടെ രക്ഷയാകുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്നതായ ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. ആ ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞേ നീ മാനസാന്തരപ്പെട്ട് മര്യാദയ്ക്ക് ജീവിച്ചോണോന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാറായി, കാഹളധ്വനി കേൾക്കാറായി, ഒരുങ്ങിയിരിക്കുന്നവർക്കെയും അവന്റെ ശബ്ദം കേൾപ്പാറായി. അതുകൊണ്ട് സകല ദുഷ്കർമ്മങ്ങളും വിട്ട്, സകല അനീതിയും വിട്ട്, സകല പാപപ്രവൃത്തികളും വിട്ട് നസ്രനായ യേശു കർത്താവ് വരാൻ പോകുന്നു. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുക. ഇനി ഒരു ഞായറാഴ്ച നമുക്കുണ്ട് നമുക്ക് പറയാൻ പാടുകയില്ല, അത് പറ്റുകയില്ല. കാരണം ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായെന്ന്. അങ്ങനെ നാം കൊട്ടിയതും പാടിയതൊന്നും വെറുതെ തീരാതെ, നാം കേട്ട വചനങ്ങളൊന്നും വെറുതെ തീരാതെ ആ കർത്താവിന്റെ വരവിലേക്ക് കടന്നു പോകുവാൻ നമ്മെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. നാം നമ്മെ തന്നെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും നിത്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളും നാം കൊണ്ട് നടക്കരുത്. നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളിലും നാം ഇടപെടരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ? നമുക്ക് രോഗം തരുന്നതോ പ്രയാസം തരുന്നതോ ഒരു അപകടം തരുന്നതോ ഒന്നുമല്ല. എന്താ? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തണം. ദൈവം വന്ന എന്തിനാ? യേശു കർത്താവ് വന്ന എന്തിനാ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ആ രക്ഷണ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ വിട്ടുള്ള യാതൊരു പരിപാടിക്കും നിൽക്കരുത്. അതെന്ത് തന്നെയാണെങ്കിലും, അത് ഇതിനകത്തല്ല, അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ രക്ഷാപ്രവർത്തികളെ, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയിലും ഇടപെടരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. അത്രത്തോളം സമയം അനുവദിച്ചിരുന്ന കർത്തദാസനോടും ദൈവസഭയോടുള്ള നന്ദി കരേറ്റുന്നു. ദൈവം നമ്മെ ധാരാളമായി